നമസ്കാരം. ഗവർണർക്കെതിരെയുള്ള SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം അതിരുകടക്കുകയാണ്. ഇന്നും ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി കുട്ടി സഖാക്കന്മാർ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും ഭയപ്പെടാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. തനിക്ക് ഭയമില്ല, ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറാണെന്നും അവർ വെറുതെ കരിങ്കൊടി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതില്ല എന്നും ഗവർണർ ആവർത്തിച്ചു പറഞ്ഞു. ഇന്ന് തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് പ്രതിഷേധക്കാർ ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി എത്തിയത്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തനിക്കെതിരെ പ്രതിഷേധമുണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇന്ന് ഗവർണർ പ്രതികരിച്ചത്. തനിക്കെതിരെ പ്രതിഷേധിക്കാൻ സർക്കാരും കുട്ടി സഖാക്കന്മാരും ഒത്തുകളിക്കുന്നുവെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലെ ബിരുദാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണർക്കെതിരെയായിരുന്നു SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഗവർണർ എത്തും മുമ്പ് തന്നെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ വലിയൊരു പ്രശ്നം മറികടക്കുകയായിരുന്നു. ഗവർണർ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ഒരു പറ്റം വാഹനവുമായി എത്തി SFI പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ടാണ് ഗവർണർക്കെതിരെ അക്രമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയത്. എന്നാൽ ഇത്തവണ അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കാൻ എത്തിയ 25 SFI പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നും 15ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. തൃശൂരിലെത്തിയിരിക്കുന്ന ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി വീണ്ടും രംഗത്തേക്ക് എത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 3 ദിവസത്തോളമായി നിരന്തരമായി SFI പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുകയാണ്. കരിങ്കൊടി പ്രതിഷേധത്തിൽ ഒന്നും താൻ ഭയക്കില്ല എന്നും തനിക്ക് പറയാനുള്ളത് നിലയുറച്ചു പറയുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഗവർണർ നിൽക്കുന്നത്.